സഭയുടെ ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പരിശുദ്ധാത്മാവ്. ഈ 2000 ലോകത്തിൽ ഇതുപോലെ ഒരു അനുഗ്രഹം കിട്ടുന്ന ജനതയില്ല. പക്ഷേ നമ്മൾക്ക് ശരിക്കും അത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. പൂട്ടുകയാണ് ഈ കാലഘട്ടം കാണാൻ വേണ്ടി സഭയെ പൂട്ടാൻ വേണ്ടി ഒത്തിരി പേര് ഇറങ്ങുന്നുണ്ട്. പത്രന്മാരെ പൂട്ടുക, അച്ഛന്മാരെ പൂട്ടുക, വായുടെ ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ അതിന്റെ മഹത്വം അറിയാൻ പറ്റത്തില്ല. ഈ പരിശുദ്ധ കുർബാനയെ നോക്കുമ്പോൾ അല്ല ഈശോയെ കാണാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ സ്വന്തം കാലം നിൽക്കാൻ പറ്റും, സഭയോട് ചേർന്ന് നിൽക്കാൻ പറ്റും, ധൈര്യം കിട്ടുകയാണ്, ഫേസ് ചെയ്യാൻ പറ്റുകയാണ്, സത്തനെ ഓടിക്കാൻ പറ്റുകയാണ്, സ്വന്തം കാലം നിൽക്കാൻ പറ്റുക. സഭയുടെ ഏറ്റവും വലിയ സ്വത്ത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് പരിശുദ്ധാത്മാവ്. ഈ 2000 വർഷമായ സഭയുടെ നിലനിൽക്കാൻ കാരണം ആരുള്ളതുകൊണ്ടാണ്? പരിശുദ്ധാത്മാവുള്ളതുകൊണ്ട് മാത്രമല്ല. നമ്മളാരും ഉണ്ടായിട്ട് ഡൊമിനിക്കച്ചൻ വേണ്ടൊന്നുമല്ല. ഈ പരിശുദ്ധാത്മാവ് ഏറ്റവും വലിയ സമ്പത്ത്. എനിക്കും യോഹന്നാന്റെ സുവിശേഷം പഠിക്കുമ്പോൾ ഈശോയുടെ വരവിൻ്റെ, ഈശോയുടെ പീഡാസഹനത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെ എല്ലാം ലക്ഷ്യമൊന്നേ ഉള്ളൂ, ഒരാളെ തരിക. ആരെ തരിക? പരിശുദ്ധാത്മാവിനെ തരിക. ശ്രദ്ധപ്പെടുത്തി ഹല്ലേലൂയ, ശ്രദ്ധപ്പെടുത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് കർത്താൻ നന്ദി പറഞ്ഞു, നന്നായിട്ട് കൈയടിച്ച്. യോഹന്നാന്റെ സുവിശേഷം ധ്യാനിക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം നമുക്ക് ആരുടെ നിറവില്ലാത്തതുകൊണ്ടാണ്? പരിശുദ്ധാത്മാവിനെ കിട്ടാത്തത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളായ പ്രോബ്ലം മുഴുവൻ കോംപ്ലിക്കേഷൻ അനുഭവം കിട്ടാത്തതിൻ്റെ കാരണം അത്. ശ്രദ്ധപ്പെടുത്തി ഹല്ലേലൂയ. അതാണ് യോഹന്നാന്റെ സുവിശേഷം 4:10 ഭയങ്കര പവർഫുള്ളാണ്. അതായത് ഈശോ ഈ സമരിയാക്കാരോട് പറയുന്നൊരു വാക്കുണ്ട്, ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്ന ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുക, അവൻ നിനക്ക് ജീവജലം പരിശുദ്ധാത്മാവിനെത്തിരുന്നു പറയും. അത് കിട്ടണം. നിങ്ങൾക്കും ഞാൻ ശുശ്രൂഷ ചെയ്യുമ്പോൾ അച്ഛനെ സഹായം എൻ്റെ കഴിവോ അറിവോ ഇല്ലല്ലോ. ഞാൻ സാധാരണ ഒരു അച്ഛൻ, അസാധാരണത്വം. പക്ഷെ ഞാൻ ഒത്തിരിയേറെ എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്നൊരു വ്യക്തിയാണ്. ആരെന്ന് പരിശുദ്ധാത്മാവിനെ. പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് മാത്രം ഇവിടം വരെ എത്തി. ഒരിക്കലും ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. അതാണ് ഈ സാധാരണക്കാരായിരുന്ന പറഞ്ഞ ഈ അപ്പസ്തോലന്മാർ, പലരും ഈ മത്സ്യത്തൊഴിലാളികൾ, മുഖ്യന്മാരും സാധാരണ ആൾക്കാരായിരുന്നു അല്ലേ. പക്ഷേ പരിശുദ്ധാത്മാവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവർ വലിയ ജ്ഞാനികളായിട്ടും അവരുടെ വാക്കുകൾ, അവരുടെ പ്രവർത്തികളൊക്കെ ഒരു പെർഫെക്ഷൻ ഉണ്ടെന്നുള്ളതാണ്. അവർ ചെയ്യുന്നിടത്തൊരു അത്ഭുതം, അവർ മിറക്കിൾ മാത്രമല്ല, അത്ഭുതങ്ങളോ രോഗശാന്തികളോ മാത്രമല്ല, അവർ ചെയ്യുന്നിടത്തൊരു തെറ്റ് പറ്റുന്നില്ല. വളരെ അത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. സഹനങ്ങൾ വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് അവർക്ക് നന്നായിട്ട് അതിനെ ഗൈഡ് ചെയ്യുന്ന കാണാൻ പറ്റും. അതുകൊണ്ട് അവരെ ഒരു പ്രശ്നത്തിലെത്തിക്കാൻ പറ്റത്തില്ല, ഒരു പ്രോബ്ലത്തായിട്ട് തകർന്നു പോകുന്നില്ല. പലപ്പോഴും നമ്മളൊക്കെ തുടങ്ങിയിട്ട് പല പ്രസ്ഥാനം കുറച്ച് പൂട്ടിപ്പോവുക. പക്ഷെ അവർ തുടങ്ങിയ പ്രസ്ഥാനം ഒന്നും പൂട്ടിപ്പോകുന്നില്ലെന്ന് മാത്രമല്ല, അതതിൻ്റെ പൂർണ്ണതയിൽ എത്തുന്ന കാണാൻ പറ്റും. കാരണം അവരിൽ ആര് പ്രവർത്തിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. നമ്മൾ വല്ല വീടും പണിത് കുറച്ച് കഴിയുമ്പോൾ അത് വിറ്റിട്ട് പോവാം. ഹല്ലേലൂയ. അതുകൊണ്ടാണല്ലോ 1 യോഹന്നാൻ 4:1 പറയും, എല്ലാ ആത്മാക്കളെയും നിങ്ങൾ വിശ്വസിക്കരുത്, ആത്മാക്കൾ വിവേചിച്ചറിഞ്ഞ് ആ ദൈവത്തിൽ നിന്നാണോ എന്ന് പരിശോധിക്കുമെന്ന് പറയും. അതായത് ചില ആത്മരൂപികൾ, അത് ചില ആളുകളുടെ ജീവിതത്തെ തകർച്ച ഇതൊരു മേഖല. ഇതൊക്കെ മനസ്സിലാക്കണം. നമുക്ക് പുസ്തകം കൊണ്ടോ കഴിവുകൊണ്ടോ ഒന്നും പറ്റത്തില്ല, നമ്മുടെ അറിവ് കൊണ്ടൊന്നും പറ്റത്തില്ല, നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പ്രബോധനം കൊണ്ടൊന്നും പറ്റില്ല. ഇത് പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറഞ്ഞാൽ മാത്രമേ അരൂപി നമ്മുടെ ഉള്ളിലിരുന്നുകൊണ്ട് നമ്മുടെ മനസാക്ഷിയിലൂടെ നമ്മളോട് സംസാരിച്ച് നമ്മളെ വഴി നടത്തും. 2 Corinthians ഹല്ലേലൂയ. ഈ തക്ക സമയത്തൊന്നും ആക്കുന്നത് ലൂക്കാ 12:12 മത്തായി 10:18-19 പറയുന്നുണ്ട്, ആ സമയത്ത് നിങ്ങൾക്ക് നൽകപ്പെടും. നിങ്ങളല്ല, നിങ്ങളിലൂടെ പിതാവിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്ന സ്ഥലമുണ്ട്. ആ ഒരു സംഭവം അത് വലിയൊരു സംഭവമാണ്. ലോകത്തിൽ ഇതുപോലെ ഒരു അനുഗ്രഹം കിട്ടുന്ന ജനതയില്ല. പക്ഷേ നമ്മൾക്ക് ശരിക്കും അത് അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ നേടിയൊരു ജനത, നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നമൊക്കെ തീരും, എല്ലാ പ്രശ്നവും തീരും. നമ്മളുടെ ജീവിതത്തിൽ ആര് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ഉച്ചത്തിൽ പറയും ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ പിന്നെ നമ്മുടെ ജീവിതത്തിൽ പിന്നെ വഴി തെളിഞ്ഞു വരും, അടഞ്ഞ വഴികളൊക്കെ തുറക്കപ്പെടുക. പരിശുദ്ധാത്മാവ് അതാണ്. ആരും കൂട്ട് കിട്ടുന്നില്ല, ആരും സപ്പോർട്ട് കിട്ടണം. ആ സപ്പോർട്ട് കിട്ടണം എന്ത് ചെയ്യണം? അതാണ് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14:15 ഈശോ പറയും, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും, അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. ഒരു സഹായകൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയായിട്ട് തന്നെയാണ്. എനിക്കൊരു ഇഷ്ടംപോലെ അനുഭവം ഉണ്ടാകുന്നുണ്ട്. ചിലപ്പോൾ രാത്രി സ്വപ്നം ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ എഴുന്നേൽപ്പിച്ചൊരു വചനം തരും. അപ്പോഴേക്കും ഞാൻ ആ ഒരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിനൊരു തീരുമാനം കർത്താവ് തരുന്നത് കാണാൻ പറ്റും. അല്ലെങ്കിൽ രോഗി വരുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നത് കാണാൻ പറ്റും. സഭയ്ക്ക് വേണ്ടി ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. അവിടെ ഈശോ സമരിയാക്കാരി 5 ഭർത്താക്കന്മാരുള്ളത് എന്ന് വെച്ചാൽ 5 ഭർത്താവൊന്നുമില്ല, 5
വഴിവിട്ടവൻ ഇത് പോകുന്നില്ല. സ്പിരിറ്റ് അത് എന്താണ്? അത് ഹോസിയ 5:4 പറയുന്ന വ്യഭിചാര ദുർഭൂതമാണ് അവളിൽ കുടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവള് ആ ആണുങ്ങളെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. നാട്ടിലോ ഒന്ന് കഴിയുമ്പോൾ അടുത്ത് കഴിയുമ്പോൾ അടുത്തൊക്കെ പോയിക്കൊണ്ടിരിക്കുക. ചില സ്ത്രീ പുരുഷന്മാർ അങ്ങനെ ഉപഭോഗങ്ങൾ വഴിവിട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പോഴാണ് ഈശോ വന്ന് അവൾക്ക് പരിശുദ്ധാത്മാവിനെ കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നത്. ഈശോ പറയുന്നുണ്ട്, ഈ വെള്ളം കുടിക്കുന്നവന് വീണ്ടും വീണ്ടും ദാഹിക്കും. ഞാൻ നൽകുന്ന ജലം അത് കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിനെ കൊടുക്കുക. ഈശോയുടെ സാന്നിധ്യം, ഈശോയുടെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ആണ് ഇവള് സമരിയാക്കാരി ഈശോയോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകാൻ തുടങ്ങി. അതാണ് ദൈവവചനം കേട്ടോണ്ടിരുന്നാൽ മതി, ഈ പരിശുദ്ധാത്മാവ് നമ്മളേക്ക് ഒഴുകി ഇറങ്ങി വരും. അതാണല്ലോ അപ്പോസ്തലപ്രവർത്തനം 10:44 പറയും, പത്രോസ്ലീഹ വചനം പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് എന്നറിയുന്നു. അപ്പോൾ ഇവിടെ സമരിയാക്കാരി ഈശോയെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവളിലേക്ക് പരിശുദ്ധാത്മാവ് ഒഴുകപ്പെടുക. ഈശോയുടെ വചനം കേട്ട് അവളത് മാനസാന്തരപ്പെടുക. അവളെ കുട അവരെ താഴെ ഇട്ടിട്ട് അവൾ പോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് കുട വിട്ട് വെച്ചത്? പല ദൈവശാസ്ത്രം, ഞാൻ ദൈവശാസ്ത്രത്തേക്ക് ഒന്നും പോകുന്നില്ല, സിമ്പിൾ അത്രേ ഉള്ളൂ. ഇവൾ ആർക്കും മറ്റുള്ളവരെ കുടിപ്പിക്കുക എന്നുള്ളതാണല്ലോ ജീവിതം. മറ്റുള്ളവർക്ക് വെള്ളം കോരി കൊടുക്കുക. ഒരുപാട് പേർക്ക് വെള്ളം കോരി കൊടുത്തുകൊണ്ടിരിക്കുക. എല്ലാവരും എല്ലാം മറ്റുള്ളവരും കൊടുത്തു. അന്നുകൊണ്ട് ഇവൾ നിർത്തി, പാപത്തിൻ്റെ മാർഗം നിർത്തി. ഇനി ആർക്കും വെള്ളം കോരി കൊടുക്കുന്നില്ല. അവളത് നിർത്തിയത്. ഇനി വേണ്ട, ഇനി എനിക്ക് അവരെ ആവശ്യമില്ല. സ്വന്തം കാലം നിൽക്കാറായി. പരിശുദ്ധാത്മാവ് പറയുമ്പോൾ സ്വന്തം കാലം നിൽക്കാൻ പറ്റും, സഭയോട് ചേർന്ന് നിൽക്കാൻ പറ്റും, ധൈര്യം കിട്ടുകയാണ്, ഫേസ് ചെയ്യാൻ പറ്റുകയാണ്, സത്തനെ ഓടിക്കാൻ പറ്റുകയാണ്, സ്വന്തം കാലം നിൽക്കാൻ പറ്റുക. ഡിപ്പെൻഡൻ്റ് ആകരുത്, ദൈവത്തെ മാത്രം ആശ്രയിക്കുന്നു. ദൈവാശ്രയത്തിൽ വന്നിട്ട് ബാക്കി എല്ലാ ആശ്രയങ്ങളും ആ പാപകരമായ ബന്ധങ്ങൾ മുഴുവൻ ഒറ്റ സെക്കൻഡ് കൊണ്ട് വിട്ടുപോകുക. അതുകൊണ്ട് ഈ പരിശുദ്ധാത്മാവ് അവളിലേക്ക് ചൊരിയപ്പെട്ട് കഴിയുന്ന നിമിഷം അവളും നേരെ നിൽക്കുക. അവൾ നട്ടെല്ലാം നിവർന്നു. അന്ന് വരെ ഇവൾ ഇപ്പോൾ കുനിഞ്ഞുകൂടി നിൽക്കുക. ആരും പേടിച്ച് വിളിക്കുന്നിടത്തോടെല്ലാം പോയിക്കൊണ്ടിരിക്കുക. ആളുകൾ വിളിച്ചെല്ലാം കണക്ക് കൃപയില്ല, തളർന്നു കിടക്കുന്ന ശരീരം, മനസ്സ് തളർന്നു പോയി, ബലഹീനമാക്കപ്പെട്ടതിൻ്റെ കാരണം ഈ പരിശുദ്ധാത്മാഭിഷേകത്തിൻ്റെ കുറവായി. 2 കരവെടുത്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. അതാണ് ഈശോ പറയുന്നുണ്ടല്ലോ. അത് ഈ ലൂക്ക 4:18 ഈശോ കഫർനഹൂമിൽ വന്നിട്ട് സിനഗോഗിൽ സാബത്ത് ദിവസം ബൈബിൾ എടുക്കുമ്പോൾ തുറക്കുമ്പോൾ അവൻ്റെ മുമ്പിലോട്ട് വചനം വരിക. അതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ ബൈബിളൊക്കെ തുറക്കുമ്പോൾ നമ്മളോട് ബൈബിളിലൂടെ സംസാരിക്കും. നിങ്ങൾക്ക് പ്രാർത്ഥിച്ചു, നിങ്ങൾക്ക് സംഭവിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഈ തുറക്കുമ്പോഴാണ് ഈശോ കാണുന്നത് യെശയ്യാ 61:1-2 വചനമാണ്. അതാണ് ലൂക്ക 4:18. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. കണ്ടോ, ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കുവാൻ അവിടെ തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്ധർക്ക് കാഴ്ച, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം, കർത്താവിന് സ്വീകാര്യമായ മത്സരം ഇത് പ്രഘോഷിക്കാൻ അവിടെ തന്നെ അയച്ചിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് തോന്നലൊന്നുമല്ല, ചുമ്മാ നമുക്ക് സെറിമണിയല്ല. ഇപ്പം ഈ അത് വലിയ സംഭവം കൃപയാണ്. മാമോദീസ ശരിക്കും സഭയിൽ ഏറ്റവും ഭക്തിയോടുകൂടി ആദരവോടുകൂടി നടത്തേണ്ട ഒരു കൂദാശയാണ്. ഞാൻ പറയും അത് മാമോദീസ നടത്തണം. കാരണം മാമോദീസയുടെ സമയത്ത് ഈ പരിശുദ്ധാത്മാവ് നമുക്ക് അദൃശ്യമായ കൃപ, ഈ കൃപയും നമ്മളിലേക്ക് വന്ന് നിറയപ്പെടുന്നുണ്ട്. നമുക്കറിഞ്ഞുകൂടാ. ഹല്ലേലൂയ. 2 ഹല്ലേലൂയ. അപ്പോസ്തലപ്രവർത്തനം 16:25-26 ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ, വളരെ പ്രധാനപ്പെട്ടത്. അതായത് അർദ്ധരാത്രിയോടെ അടുത്ത് പൗലോസും സീലാസും കീർത്തനപാടി ദൈവത്തെ സ്തുതിക്കുകയാണ്. അവർ ജയിലിൽ കിടക്കുക, ഇവരെ ജയിലിലടച്ചു. പൗലോസിനെ, കർത്താവിൻ്റെ അപ്പസ്തോലനെ അത് പൂട്ടുകയാണ്. ഈ കാലഘട്ടം കാണാൻ വേണ്ടി സഭയെ പൂട്ടാൻ വേണ്ടി ഒത്തിരി പേര് ഇറങ്ങുന്നുണ്ട്. പത്രന്മാരെ പൂട്ടുക, അച്ഛന്മാരെ പൂട്ടുക, വായടപ്പിക്കുക. ഈ പൂട്ടാൻ നോക്കും, പക്ഷെ പൂട്ട് വീഴില്ല. കാരണം ഈ പരിശുദ്ധാത്മാവ് എന്നത് സഭയിൽ നിൽക്കുന്നിടത്തോളം കാലം ഈ പൂട്ട് പൊട്ടിച്ച് അവർ വീണ്ടും പുറത്ത് വരും. കാരണം അവരെ തിരഞ്ഞെടുത്തത് നമ്മളല്ല, ദൈവമാണ് തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. ദൈവത്തിന് അവരാ പൂട്ട് പൊട്ടിച്ച് പുറത്തിറങ്ങുന്ന കാണാം. അത് പൂട്ട് ഈ നാളിൽ കൂടിക്കൊണ്ടിരിക്കും. അവർ പുതിയ ജയിലുകൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും, പുതിയ മെത്തഡോളജികൾ കണ്ടുപിടിക്കും. എങ്ങനെ സഭയെ പൂട്ടാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് അത് എൻ്റെ കഴിവ്, ഞാനത് നിങ്ങൾക്കൊരു ആവേശം തരാൻ വേണ്ടി പറയല്ല, അല്ലെങ്കിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു അറിവ് തരികയല്ല. പക്ഷെ ഇതിനകത്ത് പരിശുദ്ധാത്മാവ് ഉള്ളത് കൊണ്ട് only because there is Holy Spirit within the church. Within the church there is Holy Spirit. അതുകൊണ്ട് ഇതിനെ പൂട്ട് വീഴത്തില്ല, പൂട്ടിക്കൊണ്ട് വരും. അവസാനം ഈ പൂട്ട് കൊണ്ട് അവന് പൂട്ടായിട്ട് മാറും. പക്ഷേ ഇതിന് കർത്താവ് സഭയെ പുറത്തു കൊണ്ടുവരുന്നത് കാണാൻ പറ്റും. 2 ഹല്ലേലൂയ. അത് വീണ്ടും ഈ അപ്പോസ്തല പ്രവർത്തനത്തിൽ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഈശോ പറയുന്ന വലിയൊരു കാര്യമുണ്ട്. 15:26 ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ആരംഭം മുതൽ എന്നോട് കൂടെയുള്ളവരായതുകൊണ്ട് നിങ്ങളും സാക്ഷ്യം നൽകും. ഹല്ലേലൂയ. ഞാൻ പിതാവിൻ്റെ അടുത്ത് നയിക്കുന്ന സഹായകൻ. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ പരിശുദ്ധാത്മാവ് ഇവിടേക്ക് നമ്മളെല്ലാവരും ഇപ്പോൾ ഉണ്ട്. അതിന് വേണ്ടി വേറെ വഴിക്കൊന്നും പോകേണ്ട കാര്യം നമ്മളിലുണ്ട്. അത് ഈ സംശയിക്കുന്ന അതാണ് ഏറ്റവും വലിയ വേദന. 1 കൊരിന്തോസിൻ്റെ 6:16 മുതൽ 19 വരെയുള്ള വചനം വായിക്കുമ്പോൾ അവിടെ പൗലോസ് പറയുന്നുണ്ട്, 17 പറയും, അതായത് നിങ്ങളുടെ ശരീരങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. ദൈവത്തിൻ്റെ ആലയമാണെന്ന് പരിശുദ്ധാത്മാവ് വസിക്കുന്നുണ്ടോ. എന്നോട് ആളുകൾ പറഞ്ഞു, ഞാനിങ്ങനെ കൈവച്ച് പ്രാർത്ഥിക്കും ചില സമയത്തൊക്കെ ഇങ്ങനെ രോഗികൾ സുഖപ്പെടും. വലിയ മിറക്കൾ കണ്ടിട്ടുണ്ട്. എൻ്റെ കഴിവിൽ ഇതേ പരിശുദ്ധാത്മാവ് നിങ്ങൾക്കുണ്ട്, ആരും സംശയിക്കില്ല.
പക്ഷെ അറിയുന്നില്ല. ഇത് വലിയ നിധി നമ്മുടെ ഉള്ളിൽ കിട്ടുമ്പോൾ അറിഞ്ഞുകൂടാ. അതായത് മത്തായി 13:44 പറയും, ദൈവരാജ്യം വയലിൽ ഒളിഞ്ഞിരിക്കുന്ന നിധിക്ക് തുല്യം. അത് കണ്ടെത്തുന്നവൻ അത് മറച്ചു വെക്കുകയും സന്തോഷത്തോടെ പോയി തനിക്കുള്ളത് മുഴുവൻ വെറ്റ് ആ വയൽ വാങ്ങുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവരാജ്യത്തെ നിധിയാണ് പരിശുദ്ധാത്മാവെന്നുള്ളത്. തോന്നലല്ലത്. നമ്മുടെ സഭയുടെ എല്ലാ വിഷമങ്ങളും കണ്ണുനീര് മാറണമെങ്കിൽ നമ്മൾ പരിശുദ്ധാത്മാവിനെ അറിയുന്നൊരു സ്ഥലമാണ്. അതാണ് യോഹന്നാൻ 17:3 പറയുന്നത്, ഏക സത്യ ദൈവമായ അവിടുത്തെയും അങ്ങയെ യേശു ക്രിസ്തുവിനെ അറിയുക, അതാണ് നിത്യജീവൻ എന്ന് പറയും. ആ അറിവെന്ന് വെച്ചാൽ വെറൊരു അറിവല്ലത്, അനുഭവിക്കലാണ്. അതാണ്. അത് കിട്ടിയില്ല, അതില്ലെങ്കിൽ നമുക്ക് ഈ സഭയിൽ നിൽക്കുമ്പോൾ ഇതിന് അർത്ഥം എന്താണെന്ന് മനസ്സിലാകത്തില്ല. ഞായറാഴ്ച കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ മഹത്വം അറിയാൻ പറ്റത്തില്ല. ഈ പരിശുദ്ധ കുർബാനയെ നോക്കുമ്പോൾ അത് ഈശോയെ കാണാൻ പറ്റില്ല. പക്ഷെ ഫൗസ്തീന പുണ്യവതി കുർബാനയുടെ സമയത്ത് കർത്താവിൻ്റെ സാന്നിധ്യം ബലിപീഠത്തിൽ വെറുതെ കാണുമായിരുന്നു. തോന്നൽ, ഹലൂസിനേഷൻ ഒന്നുമില്ല, മാനസിക രോഗമൊന്നുമില്ല, വിഭ്രാന്തി ഒന്നുമില്ല, അനുഭവമാണ്. കാരണം അവർ പറയുന്ന പോലെ കാര്യങ്ങൾ നടക്കും. കാരണം അത് സഹായിക്കുന്ന പരിശുദ്ധാത്മാവാണ്. മറ്റൊരു വ്യക്തിയിൽ കൃപയുണ്ടെന്ന് കണ്ടുപിടിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. മറ്റൊരു വ്യക്തിയിൽ പൈശാചിക ശക്തി ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ നമ്മുടെ ഈ ലോകത്തിലെ എല്ലാ സയൻസും കുറിച്ചൊക്കെ നടക്കില്ല. സൈക്കോളജിയോ അല്ലെങ്കിൽ ഫിലോസഫിയോ ലോകത്തിൻ്റെ ആന്ത്രപ്പോളജിയോ അല്ലെങ്കിൽ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് ഇതൊന്നും നോക്കിയാൽ ഈ പൈശാചിക രൂപികളെ ഒരിടത്ത് പ്രവർത്തി കാണാൻ പറ്റത്തില്ല. പക്ഷെ ഇത് കണ്ടുപിടിക്കാൻ പറ്റും പരിശുദ്ധാത്മാവ് നമുക്കുണ്ടെങ്കിൽ.